കാട കർഷകനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ് താൻ വളർത്തുന്ന കാടയിൽ നിന്ന് ആദ്യമായിട്ടൊരു മുട്ട കിട്ടുന്നത്. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ മുട്ടയാണ്. 500 കാട ഉപയോഗിച്ച് ഞാൻ തുടങ്ങിയിരിക്കുന്ന ചെറിയ ഫാമിൽ നിന്ന് ആദ്യമായിട്ട് ഇന്നൊരു മുട്ട നമുക്ക് കിട്ടി. ആദ്യം മുട്ട കിട്ടുമ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയായിരിക്കും, പിന്നീടാണ് കാടമുട്ടയിൽ മാറ്റങ്ങളൊക്കെ വരിക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുട്ടയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാട പാറുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ ഇതുപോലെ ഓപ്പണായിട്ട് വളർത്തുന്ന കാട കർഷകരെ സംബന്ധിച്ച് കാട പറന്നു കഴിഞ്ഞാൽ മുട്ട കുറയും. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ പൊതുവെ ചെയ്യുന്നൊരു കാര്യമാണ്, കാടയുടെ ചിറകിന് തൂവലുകൾ അരിഞ്ഞു കളയുക. ഈ കാടന്റെ ചിറക് വിട്ടെന്നൊക്കെ പറയും. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, അവരെന്താണ് ഓടിച്ചാടി നടക്കുന്ന പറക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പം പറന്നു കഴിഞ്ഞാൽ നമുക്ക് മുട്ട കിട്ടുന്നത് കുറയും, മുട്ടയുടെ എണ്ണം കുറയും. അപ്പോൾ കാട കർഷകനെ സംബന്ധിച്ച് നല്ല നഷ്ടമാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കാടയുടെ ചിറകിന്റെ തൂവലുകൾ വെട്ടിക്കളയുക. വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ പാർക്കൂല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ഒരു വരുമാനം ലഭിക്കും, അല്ലെങ്കിൽ കൂടുതൽ മുട്ട നമുക്ക് ലഭിക്കും. കാടയുടെ ഈ ഏറ്റുമുന്നിലിരിക്കുന്ന വലിയ 2 തൂവലാണ് ഇതിനെ പറക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ 2 തൂവലും തൊട്ടടുത്തുള്ള ചെറിയ തൂവലുകൾക്ക് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. 2 ചിറകിന്റെ തൂവലുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാട പറക്കാതിരിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ മുട്ട നമുക്ക് ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള മുട്ട നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഒരിക്കലും മുഴുവനായിട്ട് മുട്ട കിട്ടും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. 500 കാടനെ വളർത്തുന്ന കർഷകനെ സംബന്ധിച്ച് 500 മുട്ട ഒരിക്കലും ലഭിക്കില്ല. 80% മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. 80-ൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ലാഭമായിട്ട് കണക്കാക്കാം. എന്നാൽ ഒരു 70%, 75% ഒക്കെ ആകുമ്പോൾ പൊതുവെ ലാഭം കുറയുകയാണെങ്കിൽ എന്നാണ്, വരുമാനം കുറയുകയാണ് ചെയ്യുക. പരമാവധി 80% മുട്ട തന്നെ നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ ഒരു വിചാരിച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ലാഭം നമുക്ക് കിട്ടുകയുള്ളൂ. രാവിലെ ഞാൻ വെള്ളവും കൊടുത്തിട്ടുണ്ട്, തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല കൊടുത്തിട്ടുണ്ട്. അവ അവർ കുത്തി പറിച്ച് കഴിക്കുന്നുണ്ട്. മുരിങ്ങയുടെ ഇല, അല്ലെങ്കിൽ പുല്ല്, ചേമ്പിൻ്റെ ഇല ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള വിറ്റാമിനും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നതാണ്. കടകൾ പറക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഇന്നത്തെ ദിവസം എനിക്കിവിടെ ചിറകൊക്കെ കട്ട് ചെയ്യേണ്ട ദിവസമാണ്. 1 മുതലാണ് നമുക്ക് ആദ്യത്തെ മുട്ട കിട്ടിയിരിക്കുന്നത്.